ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ പ്രത്യേകിച്ച് ജെൻസി അഥവാ പുതിയ തലമുറയുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജീവിതശൈലി ട്രെൻഡാണ് പാരലൽ പ്ലേ അഥവാ സമാന്തര കളി. കേൾക്കുമ്പോൾ എന്തോ പുതിയ ഡിജിറ്റൽ ഗെയിം ആണെന്ന് തോന്നാമെങ്കിലും സംഗതി വളരെ ലളിതവും അത്രമേൽ ആഴമുള്ളതുമായ ഒരു ഹാങ് ഔട്ട് രീതിയാണ്. സാധാരണയായി നമ്മൾ സുഹൃത്തുക്കളെ കാണുമ്പോൾ കഫേകളിൽ പോവുകയോ അല്ലെങ്കിൽ കറങ്ങാൻ ഇറങ്ങുകയോ അതുമല്ലെങ്കിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുകയോ ആണ് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു വാക്കുപോലും മിണ്ടാതെ മണിക്കൂറുകളോളം ഒരേ മുറിയിലിരുന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മികച്ച കൂട്ടുചേരലായി മാറിയാലോ? അതാണ് പാരലൽ പ്ലേ. പരസ്പരം സംസാരിക്കണമെന്ന യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യം മാത്രം ആസ്വദിച്ച് ഒരേ സ്ഥലത്തിരിക്കുന്ന ഈ ശൈലി ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ തരംഗമായി മാറുകയാണ്. പാരലൽ പ്ലേ എന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയ വാക്കോ ന്യൂജൻ കണ്ടുപിടുത്ത ശീലമോ അല്ല. ശിശു മനഃശാസ്ത്രത്തിൽ പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന പദമാണിത്. സാധാരണയായി 3 മുതൽ 4 വയസ്സുവരെയുള്ള കുട്ടികളെ നിരീക്ഷിച്ചാൽ ഈ പ്രതിഭാസം വ്യക്തമായി കാണാൻ സാധിക്കും. അവർ ഒരുമിച്ച് ഒരേ സ്ഥലത്തിരിക്കുമെങ്കിലും പരസ്പരം സംസാരിക്കുകയോ കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യാറില്ല. ഒരേ പായയിലോ മുറിയിലോ ഇരുന്ന് ഒരാൾ ബ്ലോക്കുകൾ അടുക്കുമ്പോൾ മറ്റേയാൾ ഒരുപക്ഷെ സ്വന്തമായി ഒരു വണ്ടി ഓടിക്കുകയായിരിക്കും. അവർ ഒരുമിച്ചല്ല കളിക്കുന്നത്, എന്നാൽ പരസ്പരം സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളുടെ സാമൂഹിക വളർച്ചയുടെയും സ്വതന്ത്രമായ ചിന്താഗതിയുടെയും ആദ്യ പടിയായാണ് ഇതിനെ മനഃശാസ്ത്രജ്ഞർ കാണുന്നത്. ഈ ഒരു ശൈലി മുതിർന്നവരുടെ ലോകത്തേക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ അതിവേഗ ജീവിതം നയിക്കുന്ന തലമുറയിലേക്ക് എത്തുമ്പോൾ അത് സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒരു പുതിയ തലമായി മാറുകയാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഒരേ വീടുകളിൽ അടച്ചിരിക്കേണ്ടി വന്നപ്പോൾ രൂപപ്പെട്ട ശീലങ്ങളുടെ തുടർച്ചയായും ഇതിനെ വിലയിരുത്താം. മുതിർന്നവരുടെ ലോകത്ത് സോഷ്യലൈസിംഗ് അല്ലെങ്കിൽ കൂട്ടുകൂടൽ എന്നത് പലപ്പോഴും വലിയൊരു ഊർജ്ജം ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നന്നായി വസ്ത്രം ധരിക്കണം, ആളുകളോട് താല്പര്യമില്ലെങ്കിലും സംസാരിക്കണം, എപ്പോഴും സജീവമായി ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു അദൃശ്യ സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. ഇതിനെയാണ് വിദഗ്ധർ പെർഫോമൻസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. എന്നാൽ പാരലൽ പ്ലേയിൽ ഈ വക യാതൊരു കോലാഹലങ്ങളുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കാം, എന്നാൽ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പൂർണ്ണമായും നിശബ്ദനായിരിക്കാം. ഒരാൾ ലാപ്ടോപ്പിൽ ഓഫീസിലെ ഇമെയിലുകൾക്ക് മറുപടി നൽകുമ്പോൾ മറ്റേയാൾ ഒരുപക്ഷെ പുസ്തകം വായിക്കുകയോ ഫോണിൽ സ്ക്രോൾ ചെയ്യുകയോ ആയിരിക്കും. പരസ്പരം ചോദ്യം ചെയ്യലുകളോ വിശദീകരണങ്ങളോ ഇല്ലാതെ തന്നെ സുഹൃത്തിൻ്റെ സാമീപ്യം നൽകുന്ന സുരക്ഷിതത്വം ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. ഇത് വ്യക്തികൾക്ക് അവരുടെ തനിമയോടെ തന്നെ മറ്റൊരാളോടൊപ്പം ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാരലൽ പ്ലേ മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന് പിന്നിൽ കോ റെഗുലേഷൻ എന്നൊരു ശാസ്ത്രീയ വശമുണ്ട്. നമ്മുടെ സമ്മർദ്ദവും ദേഷ്യവും എങ്ങനെയാണോ മറ്റുള്ളവരിലേക്ക് പകരുന്നത്, അതുപോലെ തന്നെയാണ് ശാന്തതയും പകരുന്നത്. നിങ്ങൾ വളരെ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ വളരെ ശാന്തമായി ഇരുന്ന് സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ തലച്ചോർ അരികിലിരിക്കുന്ന വ്യക്തിയുടെ ശാന്തതയെയും സുരക്ഷിത സാമീപ്യത്തെയും തിരിച്ചറിയുകയും സ്വയം ശാന്തമാകാൻ ശ്രമിക്കുകയും ചെയ്യും. കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്ന ആധുനിക മനുഷ്യന് ഇതൊരു മികച്ച തെറാപ്പിയായി മാറുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സോഫ്റ്റ് ലിവിംഗ്, സോഫ്റ്റ് സോഷ്യലൈസിംഗ് തുടങ്ങിയ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വെറുതെ പുറത്തുപോയി കാശ് കളയാനും ബഹളങ്ങളിൽ പെടാനും ആഗ്രഹിക്കാത്തവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് പാരലൽ പ്ലേ. സൈലന്റ് ബുക്ക് ക്ലബ്ബുകൾ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ആളുകൾ ഒരിടത്ത് ഒത്തുകൂടുന്നു, 1 മണിക്കൂർ ആരും ആരോടും സംസാരിക്കാതെ സ്വന്തം പുസ്തകം വായിക്കുന്നു, അതിനുശേഷം പിരിഞ്ഞു പോകുന്നു. പോയിന്റ് ആൻഡ് സിപ്പ് എന്ന പരിപാടിയും സമാനമാണ്. എല്ലാവരും ഒരേ മുറിയിലിരുന്ന് വൈൻ കുടിച്ചുകൊണ്ട് സ്വന്തം ചിത്രം വരയ്ക്കുന്നു. അവിടെ ആശയവിനിമയത്തേക്കാൾ പ്രാധാന്യം ഒരേ അന്തരീക്ഷത്തിൽ ഒരുമിച്ചിരിക്കുക എന്നതിലാണ്. വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും ഈ രീതി ഉപയോഗിക്കാം. ഒരാൾ വസ്ത്രങ്ങൾ മടക്കി വെക്കുമ്പോൾ മറ്റേയാൾ ഫോണിൽ ഇമെയിലുകൾക്ക് മറുപടി നൽകുന്നുണ്ടാകാം. ADHD അല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള ന്യൂറോ ഡൈവേഴ്സൻ്റ് അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾക്ക് പരമ്പരാഗതമായ സാമൂഹിക ഇടപെടലുകൾ പലപ്പോഴും കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. നിരന്തരമായ സംഭാഷണങ്ങളിലും കണ്ണുകോർത്തുള്ള ആശയവിനിമയങ്ങളും അവരെ പെട്ടെന്ന് തളർത്തും. ഇത്തരം സാഹചര്യങ്ങളിൽ പാരലൽ പ്ലേ അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. യാതൊരുവിധ സാമൂഹിക നിയമങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ തങ്ങളെപ്പോലെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം ആസ്വദിക്കാൻ ഇതവരെ സഹായിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉള്ളതുപോലെ പാരലൽ പ്ലേക്കും ചില പരിമിതികളും ദോഷവശങ്ങളുമുണ്ട്. തികച്ചും പുതിയതായ ഒരു സൗഹൃദത്തിൽ ഈ രീതി പരീക്ഷിച്ചാൽ അത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്തേക്കാം. കാരണം പുതിയ ആളുകൾക്കിടയിലെ നിശബ്ദത പലപ്പോഴും താല്പര്യമില്ലായ്മയായോ അല്ലെങ്കിൽ അവഗണനയായോ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായി പരസ്പരം അറിയാവുന്ന ആഴത്തിലുള്ള ബന്ധമുള്ള സുഹൃത്തുക്കൾക്കിടയിലാണ് പാരലൽ പ്ലേ ഏറ്റവും മനോഹരമായി നടക്കുക. ഇവിടെ നിശബ്ദത എന്നത് അരോചകമല്ല, മറിച്ച് വലിയൊരു ആശ്വാസമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം 2 പേരുടെയും ആവശ്യങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നതാണ്.
ഒരാൾക്ക് സംസാരിക്കാനും മറ്റേയാൾക്ക് നിശബ്ദനായി ഇരിക്കാനുമാണ് താല്പര്യമെങ്കിൽ അത് ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ എപ്പോഴും പാരലൽ പ്ലേ മാത്രം തുടർന്നാൽ ബന്ധങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകളോ പരസ്പരം മനസ്സിലാക്കലുകളോ കുറഞ്ഞു പോകാനും അത് ബന്ധങ്ങളെ വെറും ഉപരിപ്ലവമാക്കി മാറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിശബ്ദതയ്ക്കൊപ്പം തന്നെ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള വേദികളും ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കണം. എല്ലായ്പ്പോഴും നമ്മൾ സജീവമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അവിടെ സ്വന്തം സോഷ്യൽ ബാറ്ററി തീർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടൽ അനുഭവപ്പെടാതെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം ആസ്വദിക്കാനും പാരലൽ പ്ലേ നമ്മെ സഹായിക്കുന്നു. യാതൊരു മുഖംമൂടികളുമില്ലാതെ സ്വന്തം സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഈ ന്യൂജൻ ശൈലി യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയുടെ ലക്ഷണമാണ്. ഒരു വാക്കുപോലും മിണ്ടാതെ കൂടെയിരിക്കാൻ കഴിയുന്ന ആ നിശബ്ദതയെ ഭയപ്പെടാത്ത ഒരു സുഹൃത്തോ പങ്കാളിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഭാഗ്യവാനാണ് എന്ന് തന്നെ പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.